أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. തഖ്വയുള്ള മനുഷ്യരാകുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അവർ ശ്രദ്ധിക്കുകയും ശ്രദ്ധിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാ വെള്ളിയാഴ്ചകളിലും നാം ഓതുന്ന, അതിന്റെ ആമുഖത്തിൽ ഓതുന്ന ആയത്തിന്റെ ആശയവും അർത്ഥവും അത് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഹഖ്ഖ തുഖാത്തി, എങ്ങനെയാണോ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത് അത് പ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടുകയും ചെയ്യരുത് എന്ന വളരെ പ്രധാനപ്പെട്ട ആശയമാണ്, തഖ്വയുടെ ആശയമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നാം ഖുതുബകളിലും സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴായി കേൾക്കുന്ന ഒരു പദമാണ് തഖ്വ എന്ന പദം. ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തിലും ആ ആയത്തിന്റെ അവസാനത്തിൽ ഖുർആൻ പറയുന്നത് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ് എന്നാണ്. ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് യാത്രാ സാമഗ്രികൾ ആവശ്യമായി വരും. അതിന്റെ ഒരുക്കമുണ്ട്, യാത്രയുണ്ട്, അതിനുവേണ്ടിയുള്ള സാമഗ്രികൾ ആവശ്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങൾ യാത്രയിൽ കൂടെ കൂട്ടേണ്ടത്, യാത്രയിൽ കൂടെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് തഖ്വയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയാണ്. വത്തഖൂനിയ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക എന്ന്
വിശുദ്ധ ഖുർആൻ മറ്റു ഒരു സ്ഥലത്ത് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ തഖ്വ എന്ന് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിന്റെ അടയാളങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ പരിശ്രമിക്കണം. അതിലൊന്നാണ് അൽ ഖൗഫു മിനല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടുക എന്നത്. ഈ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒന്നിനെ ഭയപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഓടിയകലാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ഓടിയകലല്ല. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ സംതൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ നിയമങ്ങളിലേക്ക് മടങ്ങുക എന്നതാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന്. അതിന് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതങ്ങളിലുമൊക്കെ കുറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബി അലൈഹിസ്സലാമയെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്ത് യൂസുഫ് എന്ന ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിപ്പെടുകയും ആ രാജാവിന്റെ രാജ്ഞി യൂസുഫ് നബി അലൈഹിസ്സലാമയെ വളരെ മോശമായ ഒരു കാര്യത്തിനു വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വളരെ മര്യാദയോടുകൂടി വിശുദ്ധ ഖുർആൻ ആ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. റാവത എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുകൊണ്ട് ക്ഷണിക്കുക എന്നാണ്. അതായത് യൂസുഫ് നബി അലൈഹിസ്സലാം ആരും കാണാതിരുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാമയെ ആ സ്ത്രീ ആവർത്തിച്ച് മ്ലേച്ഛകരമായ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഖുർആനിന്റെ പ്രയോഗങ്ങൾ വളരെ സുന്ദരമായ പ്രയോഗങ്ങളാണ്. ഹുവഫി ബൈത്തിഹ, യൂസുഫ് നബി അലൈഹിസ്സലാം എവിടെയാണുള്ളത്? അവളുടെ വീട്ടിലാണുള്ളത്. അങ്ങനെ പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും വന്നുപോയ ഒരു സന്ദർഭം. അവൾ വാതിലുകൾ കൊട്ടിയടച്ചു. വഖാലത്ത്, എന്നിട്ട് അവൾ പറഞ്ഞു, ഹൈതലക്, എന്നിലേക്ക് നീ വരൂ. ഖാല മആദല്ലാഹ്, അതാണ് തഖ്വ. എല്ലാ സാഹചര്യവും തിന്മ ചെയ്യാൻ ഒത്തുകിട്ടി എന്ന് ഓരോ വിശ്വാസികളെയും ഓരോ മനുഷ്യനെയും വിശുദ്ധ ഖുർആൻ അതിന്റെ പ്രയോഗങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത്, ഖാല മആദല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ശരണം തേടുന്നു, ഞാൻ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നു. ഇന്നഹു റബ്ബി അഹ്സന മത്വായ, എന്റെ റബ്ബ് എനിക്ക് ഏറ്റവും നല്ല ഒരു സങ്കേതമാണ് നൽകിയിട്ടുള്ളത്. രണ്ടാശയങ്ങളാണ് മുഫസ്സിരീങ്ങൾ അതിന് വ്യാഖ്യാനിക്കുന്നത്. ഒന്ന്, ഇവളുടെ ഭർത്താവായ യജമാനൻ, അതാണ് ഒരാശയം. അതായത് നിന്റെ ഭർത്താവ് എന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, പടച്ച തമ്പുരാൻ എന്നെ എന്റെ സഹോദരന്മാർ ഇല്ലായ്മ ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ തയ്യാറായ സമയത്ത് അവിടെ നിന്നെല്ലാം രക്ഷപ്പെടുത്തി എനിക്ക് സ്വാസ്ഥ്യതവും സമാധാനവുമുള്ള ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, ഒരിക്കലും അക്രമിയായ ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവർത്തനമാണത്. അതുപോലെ തന്നെ എന്നെ അമാനത്തേൽപ്പിച്ച എന്റെ ഭർത്താവ് ഒരിക്കലും ഇത് ഇഷ്ടപ്പെടുകയില്ല എന്ന രണ്ട് വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാമയ്ക്ക് തിന്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവന്നപ്പോഴാണ് യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. മനുഷ്യരെന്ന നിലക്ക് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണോ എന്ന് നാം നമ്മെ വിലയിരുത്തേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരും. നമ്മൾ തഖ്വയുള്ളവരാണോ എന്ന് പരിശോധിക്കുന്നത് നമ്മൾ പള്ളിക്കുള്ളിൽ നിൽക്കുമ്പോഴല്ല, നമ്മൾ നമുക്കറിയുന്ന ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോഴല്ല,
ആളുകൾ കൂടുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടുമല്ല. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണോ എന്ന് നാം വിലയിരുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, തെറ്റ് ചെയ്യാനുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മള് വിശദീകരണത്തിന്റെ ആവശ്യമില്ല, എന്നാലും നമ്മളൊന്നിങ്ങനെ ആലോചിച്ചു നോക്കൂ. പഴയ കാലം പോലെയല്ല, തെറ്റുകൾ ചെയ്യാൻ ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ സന്ദർഭങ്ങളിൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ ലാപ്ടോപ്പുകൾ, നമ്മുടെ കമ്പ്യൂട്ടറുകൾ, നാം ഇടപഴകുന്ന മേഖലകൾ, അവിടെയൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ ഈ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതൊരു ശീലമാകേണ്ടതുണ്ട്. അതിന്റെ തുടക്കകാലമൊക്കെ ഒരു പക്ഷേ ചില പ്രയാസങ്ങൾ ഉണ്ടാകും. ഇപ്പോ വേണ്ടാത്ത കാര്യങ്ങൾ കാണാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ, അത് ഒരു പരിശീലനത്തിലൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒരാൾക്ക് ഒഴിവാക്കാൻ കഴിയും. കുറച്ചു കാലം കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ വഴിയിൽ ആ മനുഷ്യൻ അങ്ങനെ സഞ്ചരിക്കും. അത് പിന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരും. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്യാനുള്ള സാഹചര്യവും സന്ദർഭവും വന്നു ചേർന്ന സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടു. ആ ഭയമാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന്. ആ ഭയം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം ഒരിക്കലും നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും പരലോകത്ത് ഒരുപോലെയല്ല, ദുനിയാവിൽ ഒരുപോലെയാകും. ദുനിയാവിൽ പലപ്പോഴും മനുഷ്യർക്ക് തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാതിരിക്കാൻ പോലും പ്രേരകമാകാനുള്ള കാരണം എന്താണ്? തെറ്റ് ചെയ്തത് കൊണ്ട് അയാൾക്ക് ഈ ദുനിയാവിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. വേണ്ടാത്തരം ചെയ്യുന്നത് കൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥയിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. കുടുംബജീവിതത്തിൽ ചെയ്യുന്ന തെറ്റ് അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. അദ്ദേഹത്തിന്റെ ഭൗതികമായ വിഭവങ്ങളിൽ എന്തെങ്കിലും കുറവ് വന്നോ? ഇല്ല. അപ്പൊ മനുഷ്യർ അങ്ങനെ ചിന്തിക്കുള്ളൂ, എന്റെ സഞ്ചാരം വലിയൊരു കുഴപ്പമില്ലാത്ത ആളാണ്, സംസ്കരിക്കണമൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇപ്പൊ വേറുള്ളതൊക്കെ മനുഷ്യന്റെ അടുത്ത് കുറച്ചൊക്കെ വരുമല്ലോ എന്ന ഒരു തെറ്റായ ചിന്ത പിശാച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ചരിത്രത്തിൽ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമുണ്ട്. അദ്ദേഹം സൂറത്തുൽ ജാത്തിയ പാരായണം ചെയ്യുമ്പോ സൂറത്തുൽ ജാത്തിയയിലെ 21-ാമത്തെ ആയത്ത്, ആ 21-ാമത്തെ ആയത്ത് ഒരു രാത്രി മുഴുവൻ അദ്ദേഹം ഓതിയിരുന്നു എന്നാണ്. എന്താണെന്നറിയോ? അത് അത്രത്തോളം ആശയ വൈപുല്യമാണ് ആയത്തിനോട്. അം ഹസിബല്ലദീന ജ്തറഹുസ് സയ്യിആതി അം നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അം ഹസിബല്ലദീന ജ്തറഹുസ് സയ്യിആത്, പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാർ, പാപങ്ങൾ സമ്പാദിക്കുന്ന മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ടോ അന്നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെ പോലെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ പോലെയാണ് എന്നവർ വിചാരിക്കുന്നുണ്ടോ എന്നതാണ് ആയത്ത്. നമ്മുടെ സമൂഹത്തിൽ, നാട്ടില് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവരും ഈ ഐഹികമായ വിഷയങ്ങളിൽ ഒരുപോലെയാണ് പോകുന്നത്. അപ്പൊ ആളുകൾ എന്താ മനസ്സിലാക്കുക? നമ്മളൊക്കെ ഒരേപോലെ എന്നാ മനസ്സിലാക്കുക. ഖുർആൻ അതിനെ തിരുത്തുകയാണ്. നന്മ ചെയ്ത് ജീവിക്കുന്നവരും തിന്മ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നവരും ഒരുപോലെയാണ് എന്നവർ വിചാരിക്കുന്നുണ്ടോ? സവാഅൻ മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും അവരുടെ മരണവും ഒരുപോലെയാണ് എന്നവർ വിചാരിക്കുന്നുണ്ടോ? സാഅ മാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത് എത്ര മോശമാണ്. നന്മ ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സമൂഹത്തിലുണ്ട്. സമയമാകുമ്പോൾ പള്ളിയിലേക്ക് വരുന്നു, നമസ്കരിക്കുന്നു. അവർ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്കോ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അവർ നമസ്കരിക്കാൻ വരുന്ന വഴിയിൽ തന്നെ നമസ്കരിക്കാതെ അങ്ങാടികളിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇവരെ കുറിച്ച് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അവര് നമസ്കരിക്കാൻ പോകുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇവരെക്കാൾ കൂടുതൽ ഭൗതികമായി എന്തെങ്കിലും ഇവർ കാണുന്നില്ല. ഇതിലൊരു മെച്ചമാണല്ലോ. മനുഷ്യർ അങ്ങനെയാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ലാഭമുള്ളതിനനുസരിച്ചാണല്ലോ ചിന്തിക്കുക. അപ്പൊ അവരോടാണ് ഖുർആനിന്റെ ചോദ്യം. അവരുടെ ജീവിതവും അവരുടെ മരണവും ഒരുപോലെയാണ് എന്നവർ വിചാരിക്കുന്നുണ്ടോ? അല്ല. സാഅ മാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത് എത്ര മോശമാണ്.
അപ്പൊ എന്താണ് ജീവിതം ഒരുപോലെയല്ല എന്ന് പറയാൻ കാരണം അതിലേറ്റവും പ്രധാനം മനസ്സമാധാനമാണ്. മനുഷ്യന്മാർ മനസ്സമാധാനത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ പോലും പള്ളിയിലേക്ക് വരാൻ തയ്യാറാകാത്തത് പോലും എന്തിനാ? ഇവിടെ ഒന്നും കൂടി സന്തോഷം ഉണ്ടാക്കാനാണ്. പക്ഷെ അവർക്ക് ലഭിക്കാതെ പോകുന്നത് എന്താ? സമാധാനമാണ്. എന്നാൽ ഈ തിരക്കുകൾക്കിടയിൽ പള്ളിയിലേക്ക് വരുന്നവന് ലഭിക്കുന്നത് എന്താ? സമാധാനമാണ്. അവർക്ക് സമാധാനം ലഭിക്കുന്നുണ്ട് എന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഒരു പള്ളി പോണില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഇവരിത് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് സവാഅൻ മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? സഅ മാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത് എത്ര മോശമാണെന്ന്. മരണം ഒരുപോലെ ആവുമോ? ആവില്ലല്ലോ, ഒരുപോലെ ആവില്ല. രണ്ടും മനുഷ്യരാണ്. ഒരുപക്ഷെ രൂപവും ആകാരവും ഒക്കെ ഒരുപോലെ ആയിരിക്കും. ഒരുപക്ഷെ തിന്മയിൽ ജീവിക്കുന്നവന് കുറച്ച് സൗന്ദര്യവും സമ്പത്തും അധികാരവും സ്വാധീനവും മയ്യത്ത് സ്കരിക്കാൻ കുറച്ച് ആളുകൾ ഒരു പക്ഷെ തോന്നുണ്ടാവും എന്ന് വിചാരിക്കും. രക്ഷപ്പെടുവോ? രക്ഷപ്പെടൂല. ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു. കല്ലാ ഇദാ ബലഅത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദ്നിൽ മസാഖ്. കല്ലാ ഇദാ ബലഅത്തി തറാഖിയ, മരണം തൊണ്ടക്കുഴിയിൽ വന്നെത്തിയാൽ വഖീല മൻ റാഖ്, മനുഷ്യർ ചോദിക്കും എനിക്കൊന്ന് മന്ത്രിച്ചു തരാൻ ആരുണ്ട്? എന്നെ ഒന്ന് സമാധാനപ്പെടുത്താൻ ആരുണ്ട്? എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ ആരുണ്ട്? വളന്ന അന്നഹുൽ ഫിറാഖ്, ആ മനുഷ്യന് മനസ്സിലാകും ഇതെന്റെ ഫിറാഖാണ് എന്ന്. അത് ഇടയ്ക്കൊരു നെഞ്ചുവേദന വരുന്ന പോലെയല്ല, അത് ഒറിജിനൽ മനസ്സിലാകലാണ്. ഞാൻ ഇവിടുന്ന് പോകാണ് മനസ്സിലാവും. ഇൽത്തഫ എന്ന് പറഞ്ഞ ഇങ്ങനെ കൂടി ഇങ്ങനെ പിടർന്നീന പറയാം. ഇങ്ങനെ കാലുകൾ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കൂടി പിണയും. ഇലാ റബ്ബിക യൗമഇദ്നിൽ മസാഖ, മനുഷ്യനെ അല്ലാഹുവിങ്കലേക്ക് തെളിച്ചു കൊണ്ടുപോവുകയാണ്. ഇഷ്ടല്ല പോകാന്. അപ്പൊ അതാണ് ഒരു മരണം. ആര് പറഞ്ഞതാ? അല്ല പറഞ്ഞതാണ്. നമ്മൾ അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കാതിരിക്കട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അല്ല പറഞ്ഞതാണ്, ഖുർആനിൽ പറഞ്ഞതാണ്. അല്ലാത്തത് അങ്ങനെയാണോ? അല്ല. നന്മ ചെയ്തവരുടെ മരണം അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ സാഅ മാ യഹ്കുമൂൻ എന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അവർ വിധിയെഴുതുന്നത് എത്ര മോശാന്ന് പറയാൻ കാരണം എന്താ അറിയോ? മനുഷ്യന്മാർ നന്മയിൽ ജീവിക്കുന്നവരെ കുറിച്ച് എന്തൊക്കെ പറയും. ചില ആളുകൾക്ക് നന്മ ചെയ്യാൻ കഴിയില്ല. അപ്പൊ പറയോ ഞാൻ നന്മ ചെയ്യാത്തവനാണ്, ഞാൻ വളരെ മോശമാണ്, ഇന്നല്ലെങ്കിലും ഒന്നിനും പറ്റൂല എന്ന് പറയില്ലല്ലോ. പിന്നെ ഓന് പറയാൻ പറ്റിയ എന്താ കുറെ നന്മ ചെയ്തിട്ട്, എന്താ കുറെ നന്മ ചെയ്തോലെ അവസ്ഥ, എന്താ കുറെ ഓല് നന്മ ചെയ്തിട്ട് കിട്ടിയത്? ഇതാണ് ഈ വിധിയെഴുത്തല്. ഇത് വളരെ മോശമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് വളരെ മോശമാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, നീ നിന്റെ റബ്ബിങ്കലേക്ക് മടങ്ങുക. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്ത്? മടങ്ങുക. റാദിയതൻ മർദിയ, നിന്നെ അല്ലാഹുവിന് ഇഷ്ടമാണ്. കാരണം നീ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ചവനാണ്. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ നല്ല ദാസന്മാരിൽ നീ പ്രവേശിക്കുക. വദ്ഖുലി ജന്നതി, സ്വർഗ്ഗത്തിൽ നീ പ്രവേശിക്കുക. അപ്പൊ ഈ ഒരായത്തിന്റെ വ്യാഖ്യാനവും അതിലുള്ള ചിന്തയും ആലോചിച്ച് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരു രാത്രി മുഴുവൻ ഈ ആയത്ത് ഓതി എന്നതാണ്. അപ്പൊ അൽ ഖൗഫു മിനല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം, ആ ഭയം എന്നത് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതാണ്. അതാണ് തഖ്വയുടെ ഒരു ലക്ഷണമെന്ന്. രണ്ടാമത്തേത് ത്വാഅത്തുല്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുക എന്നതാണ്. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് പറ്റിയത് മാത്രം ചെയ്യുക എന്നതല്ല. നമുക്ക് പല ആളുകളും ചെറുപ്പം മുതൽ തന്നെ, ചില ആളുകളൊക്കെ അവർക്കൊരു ടൈം ടേബിൾ ഉണ്ടാവും ജീവിതത്തിൽ. എന്താ ടൈം ടേബിൾ? ളുഹർ നിസ്കരിക്കും, അസർ നിസ്കരിക്കും, മഗ്രിബ് നിസ്കരിക്കും, ഇശാ നിസ്കരിക്കും, സുബഹി ടൈമിന് നിസ്കരിക്കൂല. അപ്പൊ അവരെ എഴുതി വെച്ചൊരു ടൈം ടേബിൾ ആണ്. എന്ത്? അത് കഴിയില്ല. ഒരു മനസ്സിനോട് പറയാം അത് കഴിയില്ല. അപ്പൊ അള്ളാഹിനെ അനുസരിക്കുക എന്ന് പറഞ്ഞ എന്താ? അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞ തണുപ്പുള്ള ഒരു പുലർച്ചെ മനസ്സു പറയും എഴുന്നേൽക്കാൻ കഴിയില്ല, എഴുന്നേൽക്കാൻ കഴിയില്ല.
പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന എഴുന്നേൽക്കണം. ഇതിൽ ഏതിനെയാണ് അനുസരിക്കുക? ഏതിനെയാണ് അനുസരിക്കുക? അപ്പൊ നമുക്ക് പറയാം എന്നെ കൊണ്ട് അതിന് കഴിയില്ല. ശരി, ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ബാപ്പ 4 മണിക്ക് കുട്ടി പറയും എനിക്കൊരു വേദന, അനുസരിക്കൂലേ? എഴുന്നേൽക്കൂലേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂലേ? അപ്പൊ എന്താ, അതൊരു പ്രശ്നമല്ല. അപ്പൊ നമുക്ക് തോന്നുകയാണ് പലപ്പോഴും ആളുകൾക്ക് എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ നമുക്ക് കഴിയുന്നത് അനുസരിക്കുക എന്നതല്ല, അള്ളാഹു പറഞ്ഞത് നമ്മൾ അനുസരിക്കുക എന്നതാണ് തഖ്വയുടെ ഭാഗം. അപ്പൊ ജീവിതത്തിൽ പണം സമ്പാദിക്കാൻ നമുക്കറിയാം, ചിലത് ഹലാലാണ്, ചിലത് ഹറാമാണ്, ചിലത് സംശയാസ്പദമാണ്. ഇത് മൂന്നുണ്ടാവും. ഇപ്പൊ പലിശ അധിഷ്ഠിത ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമ്മൾ ഇങ്ങനെ പറയുമ്പോ നമ്മൾ നമ്മുടെ കച്ചവടം ബിസിനസ് ഒക്കെ ഒന്നിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഒന്ന് കൊണ്ടു നോക്കി, അൽഹംദുലില്ലാ ഇല്ല. അപ്പൊ എന്തുകൊണ്ടാ? നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നു. ചൂതാട്ടം, ലോട്ടറി, ഇങ്ങനെ യുസറിൽ ചുളിവിൽ പണമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടും അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുണ്ട്, നമ്മുടെ ഒരു കൽപ്പനയുണ്ട്. ഇതിൽ നമ്മൾ ഏതാ അനുസരിക്കുക? നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പണം ഇങ്ങനെ എടുക്കണീന്റെ കൂടെ ആ നോട്ടുകൾക്ക് കൂടെ ഒരു ലോട്ടറി ടിക്കറ്റ് ഉണ്ടെങ്കിലോ, ഇങ്ങനെ നമസ്കരിക്കുമ്പോ ഇങ്ങനെ സുജൂദിലേക്ക് ഇങ്ങനെ പോകാൻ ഇങ്ങനെ നിൽക്കുമ്പോ പോക്കറ്റിൽ നിന്ന് പൈസ ഇങ്ങനെ പോവണ ഇവിടെ പൊത്തുന്ന ആൾക്കാർ നിങ്ങൾ ആലോചിച്ചു നോക്കാം. എന്താ, അത് താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ ആ നോട്ടിന്റെ കൂടെ അതേപോലെ വേറൊരു സാധനം കൂടി ഉണ്ടാവും. ചില ആളുകൾക്ക് എന്ത് ചെയ്യില്ല, അത് ഒഴിവാക്കാൻ കഴിയില്ല. എന്താ, അള്ളാഹുവിനെ അനുസരിക്കാൻ അവർ റെഡിയാകുന്നില്ല എന്നതാണ്. മദ്യപാനം, ഒരാഴ്ചയില് ഞങ്ങളൊന്ന് രാത്രി കൂടും എന്ന് വിചാരിക്കുന്ന, ചിന്തിക്കുന്ന, കൂടുന്ന മനുഷ്യന്മാരില്ലേ, രാത്രിയായി കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് കൂടും. എന്തുകൊണ്ടാ? വേറെ മോശത്തരങ്ങളുണ്ടോ? ഭാര്യയെ പോറ്റുന്നില്ലേ? മക്കളെ പോറ്റുന്നില്ലേ? മതപരമായ കാര്യങ്ങൾക്ക് വരെ പലപ്പോഴും മുന്നിലേക്ക് വരാറില്ലേ? ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാറില്ലേ? ഉണ്ട്. പക്ഷെ അതെന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഒഴിവാക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവിടെയാണ് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ എന്ത്, അതിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ടത്. അള്ളാഹു കച്ചവടത്തെ ഹലാലാക്കി, പലിശയെ അള്ളാഹു ഹറാമാക്കി. അപ്പൊ അതേതാ? അത് അള്ളാഹുവിന്റെ കൽപ്പന നമ്മുടെ ജീവിതവുമായി എങ്ങനെയുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. മദ്യവും ചൂതാട്ടവും അടക്കമുള്ളത് പൈശാചികമാണ്. അവർ അല്ലാഹുവിന്റെ കൽപ്പന. നമ്മുടെ ജീവിതത്തിൽ ആ അനുസരണയുണ്ടോ? മൻ ഖശ വലൈസ മിന്നാ. ആരാണോ വഞ്ചിക്കുന്നത്, മറ്റൊരാളെ വഞ്ചിക്കുന്നത്, അവൻ നമ്മിൽപ്പെട്ടവനല്ല. അവർ അല്ലാഹുവിന്റെ കൽപ്പന. നമ്മുടെ ഭാഗത്ത് അതുണ്ടോ? ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു ശുദ്ധമായതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നത്, അല്ലാത്ത ഒന്നിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നുണ്ടോ എന്നത് തഖ്വയുടെ ഒരു ഭാഗമാണ്. ആ തഖ്വ ജീവിതത്തിൽ വളർന്നു വരുമ്പോ ചില കാര്യങ്ങളിലൊക്കെ മനുഷ്യന്മാർക്ക് ഒരു കൺട്രോൾ ഉണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഫുട്ബോളിന്റെ ഒരു കാലമാണ് വരുന്നത് അല്ലേ? നമ്മളെല്ലാവരും ഫുട്ബോൾ കാണുന്ന ആളുകളാണ്. നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ ഫുട്ബോൾ കളിച്ച ആളുകളുമാണ്. നമ്മളെല്ലാവരും വേൾഡ് കപ്പിലെ ഒരുവിധം ഫുട്ബോളൊക്കെ കാണുകയും ചെയ്യും. കാരണം എന്താ? ഫുട്ബോൾ എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ ആരും അതിനെതിരല്ല, മതം എതിരല്ല. അതുകൊണ്ട് കുട്ടികളെ കളിയിലേക്ക് ഇറക്കുന്നതോടുകൂടെ മറ്റു ചില ലഹരികളിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്താനും കഴിയും. കാരണം ആരോഗ്യകരമായ ഒരു ബോധം അവർക്കുണ്ടാകും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ സ്കൂളുകളൊക്കെ തുറന്നു, നല്ല ചെരുപ്പില്ലാത്ത കുട്ടികൾ സ്കൂളുകളിലുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലുകൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇങ്ങനെ പൊതിഞ്ഞത് മൂടി അത് ചോർന്നു പോകാതിരിക്കാൻ അങ്ങനെ സ്കൂളിലേക്ക് വരുന്ന കുറെ കുട്ടികളുണ്ട്. നല്ല ഭക്ഷണം ലഭിക്കാത്ത കുറെ മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിലൊക്കെ വെക്കുന്ന വലിയ ഫ്ലെക്സുകൾ ഉണ്ടല്ലോ, ആ ഫ്ലെക്സിന്റെ ഒരു ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ വീടിന്റെ ഒരു ഭാഗം മറക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നവർ മറ്റു രാഷ്ട്രങ്ങളിലല്ല, നമ്മുടെ നാടുകളിലുണ്ട്, നമ്മുടെ അയൽപ്പക്കത്തുണ്ട്. അവിടെ നമ്മൾ ആലോചിക്കണ്ടേ? സത്യത്തില് നമ്മൾ ചിന്തിക്കണോ? നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ചിന്തിക്കണ്ടേ?
നമ്മൾ ഇതൊന്ന് പോസിറ്റീവായിട്ട് എന്നാ ശരി, നമ്മൾ ഈ ഒരു 100 കുട്ടികൾക്ക് നമ്മുടെ ടീമിന്റെ പേരിൽ ഒരു ബാഗ് വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞാൽ അതൊരു ഉപകാരപ്രദമാണ്. നമുക്കൊരു 50 കുട്ടികൾക്ക് നമ്മുടെ ടീമിന്റെ പേരിൽ ഇന്നതൊന്ന് വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരു ഉപകാരമുണ്ടല്ലോ. ഉണ്ട്, ഒരു ഉപകാരമുണ്ട്. അപ്പൊ നമ്മള് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലം എന്ന് പറഞ്ഞാൽ എന്തറിയോ, മനുഷ്യന്മാർ ഇത്ര കേറിയാൽ മതി, ബാക്കി എത്രയും ഒരാളെ കയറ്റി വെക്കും, ഇവിടെ ഇടും ചെയ്യും. അപ്പൊ ഈ കാലത്ത് നമ്മൾ സാധാരണ പറയുന്നത് മൂച്ചിമ കയറ്റാന് അല്ലെങ്കിൽ പുളിച്ചിമ കയറ്റാന് കുറെ ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകും. ലക്ഷക്കണക്കിന് രൂപയുടെ ഫ്ലെക്സ് വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതൊരു ശരിയായ കാര്യമാണോ? ഒരു ചെറിയൊരു സംഗതിയല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അത് നമ്മളൊരു പുതിയ തലമുറക്ക് നൽകുന്ന ഒരു സംസ്കാരം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഫുട്ബോൾ കാണുന്നതോ അത് വീക്ഷിക്കുന്നതോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കളിക്കുന്നതോ ഒന്നുമല്ല. പക്ഷെ ഈ തരത്തിലുള്ള ഒരു വലിയ സംസ്കാരം കടന്നു വരിക എന്നത് അത്രത്തോളം ശരിയായ ഒരു പ്രവണതയല്ല എന്ന് പറയുമ്പോഴും പലപ്പോഴും ആളുകൾ എന്താ ചിന്തിക്കാന്നറിയോ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അവിടെയൊക്കെ അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടാവുമല്ലോ, നിങ്ങൾ പാഴ്ചിലവുകൾ നടത്തരുത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ കാര്യത്തെ. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ഇപ്പോ വെയിറ്റിംഗ് ഷെഡ് ഇന്ന ടീമിന്റെ പേരിൽ റെഡിയാക്കി കൊടുത്തു. ശരി, അതെന്താണ്? ഒരു ഉപകാരമാണ്, അതൊരു ഉപകാരപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഉപകാരമുള്ള കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് ഒരുപാട് ചെയ്യാനുണ്ടല്ലോ. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ. ഈ പാഴ്ചിലവുകൾ വെറുതെ നടത്തുക എന്നത് അവർ പിശാചിന്റെ കൂട്ടാളികളാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. പിശാചാണെങ്കിൽ അല്ലാഹുവിനോട് നന്ദി കെട്ടവനുമാണ് എന്നതാണ്. അപ്പോ ഏതൊരു വിഷയത്തിലും അല്ലാഹുവിന്റെ കൽപ്പന പിന്തുടരുക എന്നത് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചിലവഴിക്കുന്ന പണം അല്ലാഹുവിന്റെ മുൻപിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒന്നാകണം എന്നത് എല്ലാവർക്കും ബാധകമാകുന്ന ഒരു കാര്യമല്ല. ചില ആളുകൾക്ക് അത് ബാധകാവില്ല. ഞാൻ പറഞ്ഞത് വിശ്വാസികൾക്ക് ബാധകമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തഖ്വ എന്നതിന്റെ അർത്ഥതലങ്ങളിൽ ഒന്ന് അൽ ഖൗഫു മിനല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടുക എന്നതാണ്. രണ്ടാമത്തേത് അല്ലാഹുവിനെ അനുസരിക്കുക എന്നതാണ്, അല്ലാഹുവിന് കീഴ്പ്പെടുക എന്നതാണ്. ഈ 2 മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പരമാവധി നാം ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.